കുറെ നല്ല കവിതകളുടെ കളക്ഷൻ. ഇതിൽ ഞാനൊന്ന് ചൊല്ലിയ കവിതയുമുണ്ട്. ഹായ് പ്രദീപ്, എന്ത് തോന്നി ഇതിലെങ്ങനെ വരാൻ? വീട്ടിൽ ചെല്ലണമെന്ന് അച്ഛന്റെ കത്ത് വന്നിരിക്കുന്നു. ഓ, മഹാത്ഭുതങ്ങളിൽ ഒന്നുകൂടി കേൾക്കട്ടെ. എനിക്ക് പോകാൻ പറ്റില്ല. വത്സ പോകുന്നുണ്ടെങ്കിൽ എന്താ വിവരം അറിഞ്ഞു വരൂ. എന്നെ കൊണ്ടാവില്ല. കഴിഞ്ഞോണ് ചെന്നപ്പോ അങ്കിളിന്റെ ചീത്ത ഞാനാ കേട്ടത്. അവിടെ നിൽക്കി, ഞാൻ കൂടെ വരാം. ഒരു തവണ കൂടി ഞാൻ അങ്കിളിനെ പോയി കാണാം. മണിയോട് ഒപ്പിട്ട് വാങ്ങിക്കുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അങ്കിളിനോട് പറയാം. എനിക്ക് കമ്മീഷൻ തന്നാ മതി. നമുക്കേ ഇവർക്കൊരു കല്യാണം ആലോചിക്കാം. നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു. ഹലോ ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്. ധ്യാനമോ സഞ്ചാരമോ ഏതായിരുന്നു? ഞാനിന്നലെ വീട്ടിൽ വന്നിരുന്നു, കണ്ടില്ല. നാളെ മറ്റന്നാളോ അങ്ങോട്ട് കിടക്കും. ഓക്കെ. ഹോസ്റ്റലിലേക്ക് വരുന്നു. വത്സവ്യുണ്ട്. ഇപ്പോഴേതായാലും ഇല്ല. വൈകുന്നേരം വത്സയെ കാണണമെന്ന് പറയൂ. എവിടെ വെച്ച്? അത് വത്സയ്ക്കറിയാം. വത്സ ലേറ്റായതിൽ സഖി ഇപ്പോ ദേഷ്യപ്പെടുന്നുണ്ടാവും. ആ കുട്ടിക്ക് എപ്പോഴും ഞാൻ അടുത്ത് തന്നെ വേണം. എനിക്കും രമണി ഇഷ്ടമാണ്. ദേ, പിന്നെ കുഴപ്പമുണ്ടാക്കരുത്. പ്രദീപ് ആയതുകൊണ്ടാ ഞാൻ ആ കുട്ടിയെ പരിചയപ്പെടുത്തിയത്. രമണി ഒന്ന് ചിരിച്ചു കാണാൻ വേണ്ടി മാത്രം. വത്സേ, ഞാൻ പറഞ്ഞതിന് മറ്റർത്ഥങ്ങളൊന്നുമില്ല. നീ എന്താ അങ്ങനെ ആലോചിച്ചത്? എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരുന്നാ മതി. എന്താ എത്രയും താമസിച്ചത്? പ്രദീപിനോട് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ഇന്ന് നല്ല ഫോമിലായിരുന്നു. ഞാനിന്ന് പ്രദീപിനെ കുറെ ചീത്ത പറഞ്ഞു. എന്തിന്? അത് താൻ അറിയണ്ട. രമണി എന്താ ആലോചിക്കുന്നത്? നമുക്ക് പോകാം പ്രദീപ്. കുറച്ചു നേരം കൂടി ഇരിക്കൂ. ഒരിക്കലും മടുപ്പിക്കാത്ത ഒന്നാണ് കടൽ. പല രാത്രികളിലും ഈ വേലിയേറ്റത്രികളുടെ സംഗീതം കേട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നാൽ കവിത എഴുതാൻ പറ്റുമോ? ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ പറ്റി ചരമഗീതം എഴുതി സൂക്ഷിക്കുന്ന മഹാകവികളെ കണ്ടിട്ടില്ലേ? അവർക്ക് ഇവിടെ വരണം.
കവിത എഴുതാൻ. എപ്പോഴും പുസ്തകവും പേനയുമായി പുഴയെയും കടലിനെയും നോക്കി കവിത എഴുതുന്ന സിനിമയിലെ കവികളെ കണ്ടിട്ടില്ലേ? അവർക്കും ഇവിടെ സൃഷ്ടി നടത്താം. എനിക്ക് ദുഃഖമാണ് എന്ന് വിളിച്ചു കരയുന്ന സർക്കാർ കവികളില്ലേ? അവർക്കും ഇവിടെ വരണം കവിത എഴുതാൻ. നമുക്ക് പോവാം. സമയം ഒരുപാടായി. രമണിക്ക് പേടി തോന്നുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മറ്റുള്ളവർ നമ്മൾ പ്രേമത്തിലാണെന്നേ പറയൂ. അങ്ങനെ പറഞ്ഞാലെന്താ? ഞാനങ്ങനെ ആയിക്കൂടാ. എനിക്കത് പാടില്ല. ഈ നിമിഷം നിന്നെ എനിക്ക് എന്റെ കൈകളിൽ ഒതുക്കി നിർത്തണം. ഈ കടലിന്റെ ശബ്ദം കടം വാങ്ങി എനിക്ക് പാടണം. സ്വന്തമാക്കാനല്ല, സ്നേഹിക്കാൻ, സ്നേഹിച്ചു മരിക്കാൻ. പ്രദീപ്, പ്ലീസ് നമുക്ക് പോവാം. കുട്ടികളുടെ അച്ഛനമ്മ എന്താ കരുക? പ്രഭാകരനും സരസ്വതി മലേഷ്യയെ തന്നെ സ്ഥിരതാമസമാക്കിയോ? ഈ സരസ്വതി എങ്ങനെ പിള്ളേരെ കാണാണ്ട് പിരിഞ്ഞിരിക്കുന്നത്? അച്ഛനും അമ്മയ്ക്കും ഇത്തവണ മലേഷ്യയിൽ തന്നെയാണ് ഓണം. ഈ കുട്ടികൾ എങ്ങനെ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നത്? ഉള്ളത് 2 പെൺകുട്ടികളാണെന്നുള്ള ഓർമ്മ അവർക്കില്ലാത്തതെന്താ? എന്ത് കഷ്ടം! ഇവിടെ ശരിക്കും സമ്പാദിക്കുന്നില്ലേ? കാന്തമൃദുല സ്മേര മധുമ